തൊഴിലാളിമാരുടെയൊക്കെ വിവരങ്ങൾ ഇങ്ങനെ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന് ചോദിച്ചാൽ കാര്യകാരണമുണ്ട്. ഞങ്ങൾ ചില ആളുകൾ മാത്രം ഇതിനുവേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുടെ പേരിൽ ഒരുപാട് നമ്മുടെ മലയാളികൾക്ക് ചേരാത്ത, മനുഷ്യർക്ക് ചേരാത്ത, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് തന്നെ ചേരാത്ത ചില നിഷ്ക്രിയമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അത് ഒരു സംഭവം മാത്രമാണ്, രണ്ട് സംഭവമാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞത്. ഒന്ന്, അനാഥരായിട്ടുള്ള മനുഷ്യരുടെ മൃതദേഹ കച്ചവടം. രണ്ട്, ഞാൻ പറഞ്ഞത് ആളുകളില്ലാതെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇല്ലാതെ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴും നമ്മുടെ നികുതി പണത്തിൽ നിന്നുള്ള പണം ഗ്രാൻഡായി ആ സ്ഥാപനം കൈപ്പറ്റുന്നു. ഈ രണ്ട് കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഓഫ്ലൈൻ കൺട്രോൾ ബോർഡിൻ്റെ കള്ളവോട്ട് നടന്നു എന്നുള്ളതും, രണ്ടാമത് ഗ്രാൻഡ് തട്ടിയെടുക്കുന്നുവെന്നും, മൂന്നാമത് ഗാന്ധിഭവൻ എന്ന സ്ഥാപനത്തിൽ കോന്നി എതിയറയ്ക്കലുള്ള സ്ഥാപനത്തിൽ ഡിഫറൻ്റ്ലി ഏബിളുള്ള ആളുകളെ പാർപ്പിക്കേണ്ട ലൈസൻസ് വെച്ചുകൊണ്ട് ഓൾഡേജ് ആയിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന കള്ളത്തരം നടത്തുന്ന സ്ഥാപനം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗാന്ധിഭവൻ്റെ കാര്യം നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ മാത്രമാണോ പറയുന്നത്? അല്ല. ഈ ഒരുപാട് സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് അറിഞ്ഞതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ പുറത്തുവിടാൻ പറ്റൂ. അതുകൊണ്ട് പൊതുജനങ്ങൾ സൂക്ഷിക്കുക. 1500 പേരെന്ന് പറഞ്ഞ് പിരിവെടുക്കുവാനും ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ ചതിക്കുകയാണ്, ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾ പലതും നടത്തുന്നതായിട്ട് തെളിവ് സഹിതം ലഭിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.